ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം കുക്കിങ്ങും ഒരു ചെറിയ ക്ലീനിങ് ആൻഡ് ഡീക്ലട്ടറിങ്ങും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമുക്ക് കുറച്ച് നെഗറ്റീവ് ചിന്തകൾ വന്നുകൂടാറുണ്ടല്ലേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നും അതുപോലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ്. അതുപോലെ ഉച്ചയ്ക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പയർ അത് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം പ്രീ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല പണിയുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. കുറേ നാളായി മസാല ദോശ ഉണ്ടാക്കിയിട്ട്. സാധാരണ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ വെറുതെ ദോശയും ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് മസാല ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യമേ തന്നെ നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഒരു 2-3 വിസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. കുക്കിങ്ങിൻ്റെ കൂടെ നിങ്ങളോട് എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വരും അല്ലേ. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ അപ്പം സംഭവിച്ചതോ ഏതെങ്കിലും ഫോൺ കോൾ വന്നിട്ടോ ഒക്കെ നമ്മൾ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് കണ്ടിന്യൂ ചെയ്യാം. അതായത് നമ്മുടെ മനസ്സിൽ പല രീതിയിൽ നെഗറ്റീവ് തോട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ തോട്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാം. അതിന് നമുക്ക് ചെയ്യാവുന്നതാണ് ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജേർണലിംഗ് ചെയ്യാം. പല രീതിയിൽ ജേർണലിംഗ് ചെയ്യാം. അതുപോലെ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അതായത് ടുഡേ ഈസ് ഗോയിങ് ടു ബി മൈ ഡേ, ഐ ക്യാൻ കൺട്രോൾ മൈ മൈൻഡ്, അങ്ങനെ പല രീതിയിലും നമുക്ക് അതിനനുസരിച്ചുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് നേരത്തെ തന്നെ എഴുതി വെച്ച് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി അത് നേരത്തെ നമ്മൾ കുറച്ച് പ്രാവശ്യം പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഡേ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ നമുക്ക് ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറോട് കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു മെത്തേഡാണ് കേട്ടോ. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒത്തിരി ബിസിയാക്കി നിർത്തുക. ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരാത്ത അത്ര ബിസിയാക്കി നിർത്തുക. ഇനിയത്തെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബിസി ആവുക. ആ ദിവസം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്ത് ഓർത്ത് വെച്ചിട്ട് അത് 1 by 1 ആയിട്ട് ചെയ്ത് തീർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകളിലോട്ട് ചിന്തിക്കാനോ അതിനെപ്പറ്റി വറി ചെയ്യാനോ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് കളയാൻ വേണ്ടി സമയം ഉണ്ടാവില്ല. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ അധികം അവരെ ബാധിക്കലില്ല. നേരെ മറിച്ച് നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകുന്നത്. നമ്മൾ ഇപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോഴും ക്ലീനിങ് ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായിരിക്കില്ല നമ്മൾ ഫോക്കസ് കൂടുതൽ അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ബിസി ആയിട്ട് അടുത്തടുത്ത വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേഗം പണിയെടുത്തുകൊണ്ട് ഇരുന്നാൽ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ ആവശ്യമില്ലാതെ അധികം നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ടും ഉണ്ടാവില്ല. ഇനിയുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ കുക്കിംഗ് ചെയ്യാനുള്ളതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വീഡിയോസ് കാണുമോ അതല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കുമോ, നല്ല നല്ല ചിന്തകളൊക്കെയുള്ള ഓഡിയോ ബുക്സൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഓഡിയോ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കേട്ടുകൊണ്ട് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ പിന്നെ നമുക്ക് വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ അധികം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ്. ഞാൻ എന്താ പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റി അതിനുശേഷം സവാള എത്ര പൊട്ടറ്റോ ആണ് എടുക്കുന്നത് അതിൻ്റെ പകുതി സവാളയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. ഈ സവാള കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സവാളയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കാം. അതല്ലെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ സവാളയുടെ കൂടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ.
പിന്നെ സവാള ഒന്ന് വാടി വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി ഒന്ന് വഴന്നു വന്നാൽ അതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല സവാളയും ക്യാരറ്റും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്, വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേപ്പിലയൊക്കെ ചേർക്കും, തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല തന്നെയായിരുന്നു, എല്ലാം കറക്റ്റായിരുന്നു. ഞാനിത് റീസെൻ്റ്ലി ഒരു ചാനൽ നോക്കി കണ്ടുപിടിച്ചൊരു മസാലയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അതായത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും വീഡിയോസ് കാണാം, അല്ലെങ്കിൽ മോട്ടിവേഷണലോ പ്രൊഡക്റ്റീവോ ആയിട്ടുള്ള ഓഡിയോ ബുക്സ് അത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ കേൾക്കാം, അതല്ലെങ്കിൽ ഫിക്ഷനോ അതാണെങ്കിലും മതി കേട്ടോ. എന്താണെന്ന് വെച്ചാലും നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു ടെക്നിക്കാണത്. പിന്നത്തെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് നമുക്ക് ഒത്തിരി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, ഫ്രണ്ടോ റിലേറ്റീവോ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ മനസ്സിൻ്റെ ഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമം മാറും, പക്ഷേ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ എങ്ങനെയാണ് അത് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവോ നമ്മുടെ പാരൻസൊക്കെ തന്നെയാണെങ്കിലും നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമം അവർക്ക് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ബ്രെയിൻ ഡംപിങ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു പേപ്പറിലോട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ, ഒട്ടും നമ്മുടെ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യം മുഴുവൻ നമ്മളൊരു പേപ്പറിലോട്ട് എഴുതുക. അത് ചിലപ്പോൾ നമുക്ക് അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് പേപ്പറിൽ ആരെങ്കിലും വായിച്ചാലോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലപോലെ അങ്ങ് എഴുതിയിട്ട് അപ്പോൾ തന്നെ നമുക്കത് കീറിക്കളയോ കത്തിച്ച് കളയോ ചെയ്യുക. ശരിക്കും നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ. അത് നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങ് അത് ബേൺ ഔട്ട് ആയ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. ഇനി ഇതൊക്കെ ചെയ്താലും നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, എന്തൊക്കെ നമ്മൾ ചെയ്താലും ഒത്തിരി പ്രശ്നമുള്ളൊരു കേസാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിലോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ലൈക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് എന്തൊക്കെയാണോ ചെയ്തു തീർക്കാനുള്ളത് അത് ചെയ്തു തീർക്കുക. എന്നിട്ട് മൈൻഡിനോട് പറയുക ഇതും കടന്നു പോകും. അതായത് നമ്മൾ ഈ ഒരു ടഫ് ടൈം മാറിയിട്ട് എന്തായാലും ഗുഡ് ടൈംസ് ആർ കമ്മിങ്, അതുവരെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന് നമ്മൾ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ എന്താ പറയുക, നെഗറ്റീവ് മൊമെൻറ്റ്സ് ഇല്ലാത്ത ആരാലേ ഉള്ളത്. നമ്മൾ നെഗറ്റീവ് മൊമെൻറ്റ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹാപ്പി മൊമെൻറ്റ്സിനെ നമ്മൾ ചെറിഷ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കിങ്ങിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ചട്നി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങയും ഉള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ നല്ലപോലെ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉള്ള ഗ്രീൻ കളർ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചില സമയത്ത് ഞാൻ മല്ലിയിലയും ചേർക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുറച്ച് നേരം പയറും ഒന്ന് നന്നാക്കി എടുത്തു. അത് ഇച്ചിരി സമയം എടുക്കുന്നൊരു പണിയാണ്. അപ്പോൾ തലേദിവസം ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു, പക്ഷേ തലേദിവസം ചെയ്തെടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കാസ്റ്റ് അയൺ തവയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അതും വല്ലപ്പോഴും മാത്രമേ എടുക്കലുള്ളൂ, പക്ഷേ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ദോശയ്ക്ക്, നല്ല ക്രിസ്പി ദോശ കിട്ടും. അപ്പോൾ ഇവിടെ മസാല ദോശയുടെ അകത്ത് വെക്കാതെ സൈഡിൽ വെച്ചാണ് കേട്ടോ കുട്ടികൾ തിന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് റാഗി ദോശ തലേദിവസം തന്നെ അടിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതും ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് മസാല ദോശയായിട്ട് കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഒരു ബുക്കിലായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം ജേർണലിങ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബുക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതി വെച്ച കുറച്ച് ലൈൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കീപ് കാം ആൻഡ് ക്യാരി ഓൺ, ഡോണ്ട് ട്രൈ ടു ഫോഴ്സ് എനിത്തിങ്, ലെറ്റ് ലൈഫ് ബി എ ഡീപ്പ് ലെറ്റ് ഗോ, ഗോഡ് ഓപ്പൺസ് മില്യൺസ് ഓഫ് ഫ്ലവേഴ്സ് എവറി ഡേ വിത്തൗട്ട് ഫോഴ്സിങ് ദെയർ ബഡ്സ്. എനിക്ക് ചില സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ലൈൻസൊക്കെ നമ്മളിങ്ങനെ എഴുതി അതിങ്ങനെ വായിക്കുമ്പോഴത്തേനും കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പം പലർക്കും പല പോലെയാണ്. ചിലപ്പോൾ നിങ്ങൾക്കിത് വർക്ക് ചെയ്യും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെക്നിക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ കുറച്ച് നേരം പാട്ട് കേൾക്കുന്നതോ മെഡിറ്റേഷൻ ചെയ്യുന്നതോ ഒക്കെ വർക്ക് ചെയ്യും.
അപ്പോൾ നമ്മൾക്ക് എന്താണ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാറി മാറി ചെയ്ത് നോക്കിയിട്ട് അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മൈൻഡ് ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചില്ലേ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം. അപ്പോൾ ഒരുപാട് പാർട്ടി വെയർ, ഒരുപാടല്ല, കുറച്ച് എക്സ്ട്രാ ഡ്രസ്സസ് ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഈ പാർട്ടി വെയേഴ്സ് അധികം ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് ഇതുപോലെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തു. അത് 2 ബാഗിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തൽക്കാലം എൻ്റെ കബേർഡിലൊരു സ്പേസിൽ തന്നെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പം അത് ചിലപ്പോൾ ഞാനത് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാനത് എത്തിക്കണം. എന്തായാലും നമ്മൾ യൂസ് ചെയ്യാത്ത സാധനം നമ്മുടെ സ്പേസിൽ നിന്ന് മാറ്റുക തന്നെയാണ് ഏറ്റവും നല്ല വഴി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലെ മെറ്റീരിയൽ തിങ്സ് നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈൻഡിലെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീക്ലട്ടേർഡ് ആവുന്ന പോലെ തോന്നലുണ്ട്. എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? നമ്മുടെ ഒരു സ്പേസ് ക്ലിയർ ആവുമ്പോൾ, ഫ്രീ ആവുമ്പോൾ നമ്മുടെ മൈൻഡിലും ആ ഒരു സമാധാനം, ആ ഒരു സ്പേസ് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യലുണ്ടോ? അപ്പം പാക്ക് ചെയ്ത് 2 ബാഗിലോട്ട് ആക്കി വെച്ചേക്കാണ്. ഇനിയിപ്പം ഇത് മാറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. അങ്ങനൊരു പണിയും കൂടിയുണ്ട്. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ വെച്ചാലും അതങ്ങനെ കബോർഡിനകത്ത് തന്നെ ഇരിക്കും അല്ലേ. അപ്പം നമ്മളെന്തായാലും ഇങ്ങനെ ബാഗിലൊക്കെ ആക്കി വെച്ചാലും അത് കറക്റ്റായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഇനി അന്ന് ചെയ്ത അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 റൂമുകളിലായിട്ട് ഇതുപോലെ 2 ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. അപ്പം അത് റെഗുലറായിട്ട് മാറ്റാറുണ്ട്. അപ്പം അത് ക്ലിയർ ചെയ്യുന്ന ഒരു പണിയാണ് കേട്ടോ. ചെറിയൊരു പണിയാണ്, പക്ഷെ നമ്മൾ പല സമയത്തും അതങ്ങനെ ഇരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു ക്ലിയറിങ്ങും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വേസ്റ്റ് മാറിയൊരു ദിവസം കൂടിയാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് കടന്നു. അപ്പോൾ അതാ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലോട്ട് തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. വല്ലാതെ അങ്ങ് കലങ്ങി പോവില്ല, പക്ഷേ ഒരുവിധം നല്ലപോലെ വെന്ത് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ കടുകും ഉണക്കമുളകും ഉള്ളിയും കൂടി താളിച്ചിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി റെഡിയായി. പിന്നെ ഉള്ളത് നമ്മുടെ പയറൊന്ന് വേവിച്ച് മെഴുക്കുവരട്ടി ആക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ വേവിക്കാൻ വെക്കുകയാണ്. അച്ചിക്ക് അതുപോലെ കായ മെഴുക്കുവരട്ടി ആക്കി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കായ ഉണ്ടായിരുന്നില്ല, അപ്പം പയറിൽ ഇച്ചിരി പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് അതും ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ കുറേ നാളായി മീൻ കൂട്ടിയിട്ട്, അപ്പോൾ നെയ്മീൻ കഴിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടിയിട്ടോ. ഇത് ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല പീസ്, നല്ല ഫ്രഷ് നെയ്മീനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ആഗ്രഹം. ഡയറ്റായ പിന്നെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊന്ന് കഴിക്കാം. ചില ദിവസം നമുക്കങ്ങനെ ഒരു ആഗ്രഹം വരുമല്ലോ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകം പൊടിയും കൂടി ചേർക്കും കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലപോലെ പുരട്ടി വെച്ചാൽ, ഈ വലിയ മീനുകൾക്ക് പെരിഞ്ജീരകം പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാൻ ഇടയ്ക്കേ ചേർക്കലുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ദിവസം ചേർത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ അതിനെ പക്ഷേ പെരിഞ്ജീരകത്തിൻ്റെ പൊടി തന്നെ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നെയ്മീൻ്റെ കാര്യം, ടേസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് നെയ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നല്ല നെയ്മീനായിരുന്നു കേട്ടോ, നല്ല പീസായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർ കൂടി അത് ഹാഫ് 4 ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് മെഴുക്കുവരട്ടി ആക്കി എടുക്കണം. സവാള വഴട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കിച്ചണിലുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് തന്നെ പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പോലെ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിടിവിട്ട് പോകരുത്. അപ്പം നമ്മളിങ്ങനെ കഴിയുവാണെങ്കിൽ കുറച്ച് ലെങ്തി വീഡിയോസ് വെക്കാൻ നോക്കുക. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് കഴിയുമ്പോഴത്തേനും പിന്നെ അടുത്തതിന് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ മാറിയാൽ നമ്മുടെ കുക്കിങ്ങിൻ്റെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എല്ലാം കൂടി വാച്ച് ലേറ്റർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലോട്ട് ഇട്ടാൽ അങ്ങനെയാണെങ്കിലും നമുക്കത് അവിടെ നിന്ന് പ്ലേ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, പാൻ ഫ്രൈ പോലെ തന്നെയാണ് ചെയ്യുന്നത്.
നെയ്മീൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പിലയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ചിട്ട് ഈ മീനിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ആ വെളുത്തുള്ളി മൊരിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫിഷിനാണെങ്കിലും ആ വെളുത്തുള്ളിക്കാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ. അടുത്തത് മെഴുക്കുവരട്ടി ആക്കി എടുക്കണം അച്ചിങ്ങ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോഡ്ജിൻ്റെ കാസ്റ്റ് അയൺ തവയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കേ ഞാൻ എടുക്കലുള്ളൂ. എനിക്ക് ഈ കാസ്റ്റ് അയൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതിന് ശേഷം അത് നല്ലപോലെ കഴുകി സീസൺ ചെയ്ത് വെക്കണ്ടേ, ഭയങ്കര മടിയുള്ള കാരണം ഇടയ്ക്കൊക്കെ എടുക്കുകയുള്ളൂ. ഇടയ്ക്ക് ഞാൻ നോൺ സ്റ്റിക്ക് എടുക്കും. നല്ല ശീലമല്ല അത്. കൂടുതലും നമ്മൾ നോൺ സ്റ്റിക്കും മൺചട്ടിയൊക്കെ തന്നെ യൂസ് ചെയ്യണതാണ് നല്ലത്. പക്ഷേ ഇടയ്ക്കിടയ്ക്കേ എടുക്കുകയുള്ളൂ. പിന്നെ സവാള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി ചേർക്കുകയാണ് എപ്പോഴും മെഴുക്കുവരട്ടിക്കൊക്കെ നല്ലത്. എനിക്ക് ഉള്ളി പൊളിച്ചെടുക്കാൻ നല്ല മടിയാണ്, അതുകൊണ്ട് സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞത് അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ചിങ്ങ അരിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് മൂത്ത പീസുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബാക്കി നമ്മുടെ രാവിലത്തെ മസാല ദോശയാണെങ്കിലും ഫിഷ് ഫ്രൈ ആണെങ്കിലും പരിപ്പ് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചിങ്ങയ്ക്ക് മാത്രമാണ് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയത് കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ചതച്ച മുളകാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടിയും അതുപോലെ പച്ചമുളകും യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഏറ്റവും നല്ലത് പച്ചമുളക് തന്നെയാണ്. കാരണം ചതച്ച മുളക് അത്ര ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ മെഴുക്കുവരട്ടിക്കൊക്കെ ചതച്ച മുളക് ചേർത്ത് എണ്ണയിൽ മൊരിഞ്ഞ് വരുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കൂടുതലും ചതച്ച മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹെൽത്തി വൈസ് നോക്കുവാണെങ്കിൽ പച്ചമുളക് തന്നെയാണ് ഏറ്റവും നല്ലത്. സവാള മൊരിഞ്ഞ് ചതച്ച മുളക് ചേർക്കുമ്പോൾ നമുക്കൊരു മിക്സ് കിട്ടില്ലേ, അത് തന്നെയാണ് ഞാൻ നമ്മുടെ പരിപ്പിൽ വറുത്തിടാൻ വേണ്ടി താളിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് കടുക് പൊട്ടിച്ച് ചെയ്യാനൊക്കെ മടിയായതുകൊണ്ട് ഞാൻ ഈ താളിപ്പാണ് ഉപയോഗിച്ചത്. ബാക്കി അതിലോട്ട് കുറച്ച് ചേർത്തതിന് ശേഷം അച്ചിങ്ങ വേവിച്ചത് നമ്മുടെ സവാള മൊരിഞ്ഞതിലോട്ട് ചേർത്തു. നല്ലപോലെ ഇളക്കി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങയും റെഡിയായി. അങ്ങനെ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്, അച്ചിങ്ങ റെഡി ആവുന്നുണ്ട്, ഫിഷ് ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നല്ല തിരക്കായിപ്പോയി. ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.